ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ചെയ്യാൻ പറ്റും നോക്കാം, നിങ്ങൾ ചെയ്യേ. തകർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തകർക്ക. എന്താ ഭാസ്കരേട്ടാ, വിവരം വല്ലതും തീർന്നു എന്നാ കേട്ടത്? അകത്തെന്താ നടന്നത്? 4 മണിക്കൂർ അടുപ്പിച്ച് പാടുണ്ട്. 3 മണിക്കൂറും 50 മിനിറ്റും അല്ലേ? ഈ 4 മണിക്കൂർ കഴിഞ്ഞു പോയത് എങ്ങനെയൊന്നും ഒരു പിടുത്തല്ലോ. അയ്യോ അതെന്ത് അൾട്ടിമേറ്റ് അല്ലേ? ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയാം, ഇപ്പോ വൈകിട്ടായി, ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടുമാറിയിട്ടില്ല. എന്താണ് അവിടെ കണ്ടത്? ഒരു തവണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നുണയായി പോകും. പോരാ, മതിയായില്ല. 2-3 തവണ കൂടിയും ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ? ശരിക്കും അല്ലേ? അതെ. പാട്ടം കിട്ടില്ല കിടിലെന്ന് പറഞ്ഞാ പിള്ളേരൊക്കെ പറയത്തില്ല ഒരു പ്രോപ്പർ സ്പൈ ആക്ഷൻ ത്രില്ലർ ഫ്രം ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പാവൻ കളി തുടങ്ങി. ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കുന്ന മാത്രമല്ല, സമയം പോകുന്ന അറിയുന്നില്ല. ഇങ്ങനെ പടപടന്ന് പറഞ്ഞ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ പോലെ പോകുന്നൊരു സിനിമ. എന്താ പറയേണ്ടത്? മാസ്, അടാറ്, തീപ്പൊരി എന്നൊക്കെ പറയേണ്ടി വരും. നമ്മളത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുമാറുന്നില്ല. ഫുള്ള് ആക്ഷൻ പാക്ക് ആണ്, സൂപ്പറാണ്. ഒന്നും പറയില്ല. ഫസ്റ്റ് നമ്മൾ കണ്ട എന്താണോ ഫസ്റ്റിന്റെ എക്സ്ട്രീം ലെവൽ, അതായത് ബോളിവുഡിലെ ബെസ്റ്റ്, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ബെസ്റ്റ് പടം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. 4 മണിക്കൂർ ഇരുന്ന് കണ്ടതിന്റെ ആ ത്രില്ല് ഇപ്പോഴും പോയിട്ടില്ല. അത് പൊന്നു മോനെ, അത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നിർത്തിയ ആ ഒരു ഫയർ തന്നെയാണ് ഇതിലും അതിന്റെ മേളി, അതിൽ കുറച്ചുകൂടെ ഒരു പെട്രോൾ ഒഴിച്ചു കൊടുത്ത് എങ്ങനെ ഇരിക്കും, ആ ലെവലിലാണ് പോയിക്കുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ മൊത്തത്തിൽ മൊത്തമായ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, ഈ ടെററിസം, അതിന്റെ എല്ലാം റിയൽ നെയിം ISIന്റെ പേര് ISI തന്നെ പറയാം. പറഞ്ഞ വിശ്വസിക്കൂ? അബ്സല്യൂട്ട്ലി അൺബിലീവബിൾ. ഇതങ്ങനെയല്ല. ദാവൂദ് ഇബ്രാഹിമിന്റെ ഒക്കെ പേരെടുത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കാണിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തന്നില്ലല്ലോടാ ശിവശങ്കര. ആ ഒരു ചങ്കൂറ്റ, ആ ഒരു അങ്ങനെ, അല്ലാതെ മറ്റേ ബീപ്പാക്കുക, ബ്ലർ ചെയ്യുക, പേര് മാറ്റി പ്ലേസ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. വെറുതെ ഫയറാണ് കേട്ടോ. തീയാണ് പാട്ട്, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ടർ, തീയാണ് ഇതിന്റെ ക്രൂ. രൺവീർ സിംഗിന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല, നമ്മള് എടുത്ത തന്നെയാണ്. ഏവം പുലിയാണ് കേട്ടോ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. രൺബീറിന്റെ ഒരു ഈ സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തില് മോനെ നീ മാസാടാ. കംപ്ലീറ്റ് ഡോമിനൻസ്, തുടക്കം മുതൽ അവസാനം വരെ വേറെ ആരും നിഷ്പ്രഭമാക്കി കളഞ്ഞു. കൂടെയുള്ള എല്ലാ അഭിനേതാക്കളെയും. രൺവീർ ഷോ, അതാണ് പടം. You are still not ready for this. വർത്താണ് പടം, സൂപ്പറാണ്. പൈസ കൊടുക്കുന്ന പൈസക്ക് വർത്താ പടം, അടിപൊളി പടം. ഇപ്പൊ ഞാൻ എന്ത് വേണം? പിന്നെയും സംശയം ബാക്കിയോ? പോയി നോക്കണം. എന്നോട് ചോദിച്ചാൽ മസ്റ്റ് വാച്ച് പറയുള്ളൂ. എല്ലാവർക്കും അതന്നെ. മസ്റ്റ് വാച്ച് ചെയ്യാം. ഒരു നല്ല തിയേറ്ററിൽ ചെന്നിരുന്ന പക്കായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. ധൈര്യമായിട്ട് അത് ശരി, പുറത്ത് വണ്ടി റെഡിയാണോ?